സോയ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലതാണ്. സോയ ഇഷ്ടമല്ലാത്തവരും ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുഴിവുള്ളൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള സോയ ചേർക്കുക. ഞാൻ 100 ഗ്രാം സോയയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. സോയ നന്നായിട്ട് വീർത്ത് വരുമ്പോഴേക്കും വെള്ളം കുറഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റോ അതിൽ കൂടുതലോ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. സോയ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഒരു 3-4 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനൊരു 4 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുത്താണ്. ഇനി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കൈകൊണ്ട് ഉടച്ചും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് ഉടച്ചും കൂടി എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു കുഴിവെള്ള കടായിലേക്ക് ഇട്ട് കൊടുക്കാം. സോയയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ സോയ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാനതെല്ലാം കൈകൊണ്ട് തന്നെയാണ് ഉടച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകാതെ കഴിയും. നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുത്താൽ മതിയാകും. കൈവിരലുകൾക്ക് നല്ലൊരു എക്സസൈസും ആകും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുള്ളിയാണ്. 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും നല്ല കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വലിപ്പമുള്ള ചെറുള്ളിയാണെങ്കിൽ ഞാൻ വട്ടത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ ഒരു 3/4 കപ്പോളം ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചതും കൂടി ചേർക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗരം മസാലയും ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചത്. ഞാൻ എപ്പോഴും ഉപ്പ് ചേർക്കാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ വേപ്പിലയുടെ കൂടെ തന്നെയാണ് ഉപ്പ് എടുത്തു വെച്ചിരുന്നത്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. തിരുമ്മി കുഴക്കുന്ന സമയത്ത് വലിയ സോയയുടെ കഷ്ണങ്ങളുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നല്ലതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ലോ ടു മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ചൂടാക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തക്കാളിയുടെ ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയൊന്നും നമുക്ക് കാണാനാവില്ല. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. തക്കാളിയും നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അവസാനം വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടാകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മോശമാണ്. അതുകൊണ്ട് ഞാനിതിൽ കടുക് വറുത്തൊന്നും ചേർത്തിട്ടില്ല. എണ്ണയിൽ വഴറ്റാതെ ഉണ്ടാക്കുന്ന ഈ സോയക്കറി വളരെ ഹെൽത്തിയുമാണ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ പലഹാരം കഴിക്കുന്നത് പോലെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്